ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിൽ നമ്മളെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചാണ്. അതെ, ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ ഞാൻ ആരെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നതെന്ന്. അതെ, ഏലിയൻസിനെ കുറിച്ച് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് കൊണ്ട് ഒന്നും പറഞ്ഞു തീരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിവിധ പാർട്ടുകൾ ആയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് യൂട്യൂബിൽ ഏലിയൻ എന്ന് തിരഞ്ഞാൽ നിരവധി വീഡിയോകൾ നമുക്ക് കാണുവാനാകും. അതിൽ ചില വീഡിയോകൾ ആകട്ടെ UFO സിദ്ധാന്തങ്ങളെ പൊളിച്ചെടുക്കുമെന്നുള്ളത് പോലെയാണ്. ഈ പറക്കും തളികകളുണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കുവാൻ ആർക്കും ആവില്ല. ചില യൂട്യൂബ് സയന്റിസ്റ്റുകൾ ഏലിയൻ ഇല്ല എന്ന് പറയുന്നു. സയൻസിന് പോലും അത്ര ഉറപ്പ് ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ടായിരുന്നല്ലോ അവർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന UFO റിസർച്ച് സെന്ററുകളും അതോടൊപ്പം അന്യഗ്രഹ ജീവികൾക്ക് സന്ദേശമെന്ന നിലയിൽ വോയേജർ 1ഉം 2ഉം പേടകങ്ങളും അയച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിൽ 1974 സ്ഥാപിതമായ UFO റിപ്പോർട്ടിംഗ് സെന്റർ എന്നൊരു സ്ഥാപനം വരെയുണ്ട്. ഒരു വർഷം 5000-ഓളം ആളുകളാണ് തങ്ങൾ UFO കണ്ടുവെന്ന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. അതിൽ അധിക ശതമാനവും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവയിൽ കുറച്ചു ശതമാനം തൃപ്തികരമായ ഒരുത്തരം കൊടുക്കുവാൻ ആർക്കുമായിട്ടില്ല. ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ എണ്ണമില്ലാതെ ഉണ്ട്. അതിൽ പലതും എഴുതിയിട്ടുള്ളത് സയന്റിസ്റ്റുകളാണ്. അതിലെ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളിലെ ഉള്ളടക്കങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്ന ചില ചരിത്രരേഖകൾ നിങ്ങളുടെ മനസ്സിനെ കുഴപ്പത്തിലാക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. പറക്കും തളികകൾ എന്ന് കരുതാവുന്ന ചില പുരാതന ഗുഹാചിത്രങ്ങൾ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 45,000 വർഷങ്ങൾക്കു മുമ്പ് നിയാണ്ടർത്താൽ മനുഷ്യന്റെ കാലത്ത് വരച്ചതാണ് ഈ പെയിന്റിങ്ങുകൾ എന്നാണ് കാലനിർണയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന വ്യോമവാഹനങ്ങളെയും ഇന്ന് നമ്മൾ ഗ്രേ ഏലിയൻ എന്ന് വിളിക്കപ്പെടുന്ന സവിശേഷതകളുള്ള ഒരു കൂട്ടം ജീവികളെയും കാണുവാൻ സാധിക്കും. അവർക്ക് ഈ ആശയം എവിടെ നിന്നും വന്നു എന്നത് ഒരിക്കലും വിശദീകരിക്കുവാൻ ആകാത്ത പ്രശ്നമാണ്. നിയാണ്ടർത്താലുകൾ അന്യഗ്രഹജീവികളുമായി സമ്പർക്കം നടത്തിയിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലാണ് ഇത് നമ്മളെ എത്തിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ഒരു ചരിത്രരേഖ നോക്കാം. ശ്രദ്ധിക്കണം, പറക്കുംതളിക ഇല്ല എന്ന് വാദിക്കുന്നവർ ഇതൊരു വ്യാജരേഖയാണെന്നും പറക്കുംതളികയുണ്ടെന്ന് വാദിക്കുന്നവർ അല്ല, ഇത് യഥാർത്ഥ രേഖയാണെന്നും വാദിക്കാറുണ്ട്. രണ്ടു പേരുടെയും വാദം തെളിയിക്കുവാനുള്ള തെളിവുകൾ ഇരുപക്ഷക്കാരുടെയും കയ്യിലുമുണ്ട്. ക്രിസ്തുവിനും 1440 വർഷം മുൻപ് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫറവോ ആയിരുന്നു, തുത്മോസ് മൂന്നാമൻ. അദ്ദേഹത്തിന്റെ ഭരണകാലവും മറ്റു കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുവാൻ പുരാവസ്തു ഗവേഷകർക്ക് ആയിട്ടുണ്ട്. ഈജിപ്തിലെ ഖനനത്തിനിടെ അവർക്കൊരു പാപ്പിറസ് ചുരുൾ കിട്ടുകയുണ്ടായി. ടുള്ളി പാപ്പിറസ് എന്നറിയപ്പെടുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു: രാജാവിന്റെ ഭരണവർഷം 22-ാം വർഷത്തിൽ ശൈത്യകാലത്തിന്റെ 3-ാം മാസത്തിൽ ദിവസത്തിന്റെ 6-ാം മണിക്കൂറിൽ ജീവന്റെ ഗ്രഹത്തിലെ പകർപ്പെഴുത്തുകാർ ആകാശത്തൊരു അഗ്നിവലയം ദർശിച്ചു. അതിന് തലയുണ്ടായിരുന്നില്ല. അതിന്റെ വായിൽ നിന്നും വന്നിരുന്ന വായുവിന് ചിയഞ്ഞമണമായിരുന്നു. അതിന്റെ ശരീരത്തിന് ഒരു കോലിന്റെ അത്ര നീളവും ഒരു കോലിന്റെ വീതിയും ഉണ്ടായിരുന്നു. അത് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നില്ല. അവരെല്ലാവരും ഓയിട്ടി ഫറവോയുടെ അടുക്കലെത്തി അവർ കണ്ട കാര്യം പറഞ്ഞു. തമ്പുരാന്റെ കൽപ്പനപ്രകാരം അവയെല്ലാം ജീവന്റെ ഗ്രഹത്തിലെ പാപ്പിറസ് ചുരുളിൽ എഴുതിവെക്കപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആകാശത്തിപ്പോൾ അവയുടെ സംഖ്യ പതിവിലും വിപരീതമായി വർദ്ധിച്ചിട്ടുണ്ട്. സൂര്യനേക്കാൾ തീവ്രപ്രഭയോടെ അവ ആകാശങ്ങളുടെ നാനാദിക്കുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അവയുടെ അഗ്നിവലയങ്ങൾക്കും പ്രകാശങ്ങൾക്കും ഇപ്പോൾ കൂടുതൽ തേജസ് കൈവരിച്ചിട്ടുണ്ട്. അത്താഴത്തിനു ശേഷമുള്ള രാത്രിയിൽ ഫറവോ സേനാ അംഗങ്ങളുടെ കൂടെ നിന്ന് അതിനെ നോക്കി അത്ഭുതം തൂകി. അതിനുശേഷം അവയെല്ലാം ആകാശത്തേക്ക് ഉയർന്നു തെക്ക് ദിശ നോക്കി യാത്ര ആരംഭിച്ചു. എല്ലാ സംഭവങ്ങളും കാലഗണനാക്രമത്തിൽ എഴുതി സൂക്ഷിക്കാൻ അവർ ഉത്തരവിട്ടു. AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ ചരിത്രകാരനായ ജൂലിയസ് ഒബ്സിക്വൻസ് തന്റെ സമകാലീനരായ മറ്റു ചില ചരിത്രകാരന്മാരുടെ എഴുത്തുകളും സമാഹരിച്ച് പ്രോഡിഗോളിയം ലൈബർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അതിശയിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാനാകും. അതെ, ആ പുസ്തകത്തിലെ 3 ഉദ്ധരണികൾ നമുക്ക് പരിശോധിക്കാം. BC 216-ൽ ഇറ്റലിക്ക് മുകളിൽ ആകാശത്ത് നൗക പോലെയുള്ള ചില വസ്തുക്കൾ കാണപ്പെട്ടു. റോമിന് കിഴക്ക് 180 റോമൻ മൈലുകൾക്കകലെ ഉള്ള ആപുലിയായിൽ ആകാശത്ത് വൃത്താകൃതിയിലുള്ള ഒരു ഫലകം കാണപ്പെട്ടു. ആകാശത്ത് മൊത്തം തീയായിരുന്നു. ഒരു മനുഷ്യൻ ആകാശത്ത് അതിനിടയിൽ നൗക പോലൊരു വസ്തുവിനെ കണ്ടു എന്ന് അവകാശപ്പെട്ടു. ഈ റിപ്പോർട്ട് ആധുനിക കാല പഠനങ്ങളുമായി വളരെയധികം യോജിച്ചു പോകുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കും. അയാൾ കണ്ടത് ഒരു സ്പേസ് ഷിപ്പ് ആയിരിക്കാം എന്നാണ് UFO ഗവേഷകർ വിലയിരുത്തുന്നത്. കാരണം പറക്കുംതളിക കണ്ടുവെന്ന് അവകാശപ്പെടുന്നവർ പൊതുവായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവ അത്രയധികം വലിപ്പമുള്ള ഒന്നായിരുന്നില്ല. മാത്രവുമല്ല, അത് എണ്ണത്തിൽ ഒട്ടനവധി ഉണ്ടായിരുന്ന താനും.
യുക്തിപരമായ ഒരു സിദ്ധാന്തം ഈ വിഷയത്തിൽ ഗവേഷകർ അവതരിപ്പിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തു നിന്നും ഒരു ആകാശപേടകത്തിന് ഇവിടെ എത്തണമെങ്കിൽ അതിന് അസാമാന്യ വലുപ്പം ഉണ്ടായാൽ മതി. ഒരു ദിവസം നിശ്ചയമായും അത് വലിയൊരു ആകാശപേടകമായിരിക്കും, അതായത് മദർഷിപ്പ്. അതിൽ നിന്നുമാകാം ചെറിയ ചെറിയ തളികകളിൽ അന്യഗ്രഹജീവികൾ ഭൂമി സന്ദർശിക്കുന്നത്. അയാൾ കണ്ടത് ചിലപ്പോൾ ഒരു മദർഷിപ്പ് ആയിരുന്നെങ്കിലോ? രണ്ടാമത്തെ റിപ്പോർട്ട് നമുക്ക് നോക്കാം. BC 99-ൽ മൂരിയസും വലേറിയസും ടാർക്കിനിയായുടെ പ്രതിനിധികൾ ആയിരിക്കുന്ന കാലത്ത് ആകാശത്തിൽ നിന്ന് നിരവധി അഗ്നിബന്ധങ്ങൾ ഭൂമിയിൽ വന്നു പതിച്ചു. അതേസമയം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വട്ടത്തിലുള്ള ഒരു ഫലകം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് അതിവേഗതയിൽ നീങ്ങുന്നതും കണ്ടു. ഇന്നുവരെ കാണാത്ത ഒന്നാണ് അവർ അവിടെ കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ റിപ്പോർട്ട് ഇതാണ്. അതേ വർഷം തന്നെ റോമിന്റെ വടക്ക് 65 റോമൻ മൈലുകൾക്ക് അപ്പുറമുള്ള ഉംബ്രിയയിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു തീഗോളം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ പതിച്ചു. പിന്നീട് അതിന്റെ വലുപ്പം ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കുന്നതാണ് കണ്ടത്. അടുത്ത നിമിഷം അത് വീണ്ടും ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്നുപോയി. സൂര്യനെപ്പോലും തോൽപ്പിക്കുന്ന ശോഭയായിരുന്നു അതിന്. ഇതേപോലെ അവിശ്വസനീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിരുന്ന ഭാഷാ അധ്യാപകനും ചരിത്രകാരനുമായിരുന്നു 1518-ൽ ഫ്രാൻസിൽ ജനിച്ച കോൺറാഡ് വൗൾഫാർഡ്. അദ്ദേഹം പുരാതന ചരിത്രരേഖകൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകം ഇറക്കി. അതിലുള്ള ഏതാനും വരികളാണ് ഇനി ഞാൻ പറയുന്നത്. പറക്കും തളികകളെക്കുറിച്ചുള്ള ആധുനിക വിവരണങ്ങളുമായി ഇതിന് വളരെയധികം സാമ്യമുണ്ട്. AD 391-ൽ റോം ഭരിച്ചിരുന്ന തിയോഡോഷ്യസ് ദി ഗ്രേറ്റിന്റെ ഭരണകാലത്ത് ആകാശത്തിൽ വിചിത്രമായ ചില കാഴ്ചകൾ കാണപ്പെട്ടു. ഒരു ദിവസം രാത്രിയിൽ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു ഗോളം പ്രത്യക്ഷമായി. ശുക്രനും രാശിചക്ര നക്ഷത്രങ്ങൾക്കും മധ്യയാണത് കണ്ടത്. ശുക്രനേക്കാൾ അല്പം മാത്രമേ അതിന് തിളക്കക്കുറവ് ഉണ്ടായിരുന്നുള്ളൂ. അധികം താമസിയാതെ മറ്റനേകം അതുപോലെയുള്ള ഗോളങ്ങൾ ആദ്യത്തേതിന്റെ സമീപം വന്നു നിലയുറപ്പിച്ചു. ചുറ്റും വട്ടമിട്ട് നിന്ന ആ ചെറിയ ഗോളങ്ങളിൽ നിന്നും താഴേക്ക് വെളിച്ചത്തിന്റെ തൂണുകൾ നീണ്ടുകിടക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. വെളിച്ചത്തൂണുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം പരസ്പരം കൂടിച്ചേർന്ന് വലിയൊരു തീജ്വാല പോലെ കാണപ്പെട്ടു. ചിന്താഗതികളെ തകർക്കുന്ന കാര്യമാണ്. AD 4-ാം നൂറ്റാണ്ടിലാണ് ഇത്തരം ശക്തിമത്തായ ഇലക്ട്രിക് ലൈറ്റുകൾക്ക് മാത്രം കഴിയുന്ന പ്രകാശത്തെക്കുറിച്ച് അവർ എഴുതിവെച്ചത്. പോട്ടെ, AD 1500-കളിലെ രേഖയാണ് ഇതെന്നു തന്നെ വെച്ചാലും പോയിന്റ് ലൈറ്റുകളെക്കുറിച്ച് അവർക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഓർക്കണം. ഈ കാലത്തെല്ലാം മനുഷ്യന് പരിചിതമായ വെളിച്ചം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് കത്തിക്കുന്ന ചെറിയ ഒരു പ്രകാശമായിരുന്നു. മനുഷ്യനിർമ്മിതമല്ലാത്ത ആ യന്ത്രനിർമ്മിതമായ വെളിച്ചം എന്തായിരിക്കാം? ഇത്തരം പുരാതന രേഖകൾ നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്: മനുഷ്യാതീതമായ എന്തോ ഒന്ന് ഇടയ്ക്കിടെ ഈ ഭൂമി സന്ദർശിച്ചിരുന്നു എന്നത് തന്നെ. അത്തരം സന്ദർശന വേളകളിൽ പലരും അവയെ കണ്ടിരുന്നു. എങ്കിൽ ആരായിരിക്കും അവർ? പാൻസ്പെർമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതിന്റെ പ്രകാരം ഈ വിശാല പ്രപഞ്ചത്തിൽ എമ്പാടും ജീവൻ ചിതറിക്കിടക്കുകയാണ്. ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും അവയെ പ്രപഞ്ചത്തിൽ എമ്പാടും കൊണ്ടുപോയി എത്തിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പാൻസ്പെർമിയ തിയറിയുടെ ഏറ്റവും ശക്തമായ അടിത്തറകളിൽ ചിലതാണ് മൺമറഞ്ഞ പുരാതന സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ചില അതിശയകരമായ കണ്ടെത്തലുകളും കുറിപ്പുകളും. ഇതുവരെ നമ്മൾ പറഞ്ഞത് അതിൽ ചിലതൊക്കെയാണ്. ഈ ചരിത്രരേഖകൾ അത്ര എളുപ്പമൊന്നും ഡീബങ്ക് ചെയ്യുവാൻ കഴിയില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഈജിപ്ത്, ഇൻഡസ് വാലി, മെസൊപ്പൊട്ടോമിയൻ, പേർഷ്യൻ, അസീറിയൻ തുടങ്ങിയ മൺമറഞ്ഞ സംസ്കാരങ്ങൾ ഖനനം ചെയ്തപ്പോൾ കിട്ടിയ കുറിപ്പുകളിലും പുരാവസ്തുക്കളിലും ഇവർ ഗോളാന്തര സഞ്ചാരികൾ സന്ദർശിച്ചിരുന്നു എന്നും അവർ മനുഷ്യരുമായി ചേർന്ന് ഒരു കാലത്ത് വസിച്ചിരുന്നു എന്നും പറയുന്നു. അതിൽ തന്നെ ബാബിലോണിയൻ, അസീറിയൻ, സുമേറിയൻ വിശ്വാസങ്ങളിലാണ് അനുനാഗികൾ ആദ്യമായി പ്രത്യക്ഷമാകുന്നത്. ക്രിസ്തുവിനും 6000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ വളരെ വിശാലമായി വ്യാപിച്ചു കിടന്ന സംസ്കാരമായിരുന്നു സുമേറിയൻ സംസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന നാഗരിക സംസ്കാരം ഉടലെടുത്തത് ഇവിടെയാണെന്ന് അറിയാൻ സാധിക്കും. എന്നാൽ ഒരു സംസ്കാരം മാത്രമായിരുന്നില്ല അവിടെ ഉടലെടുത്തത്. ആദ്യത്തെ സംസ്കാരം സുമേറിയൻ ആയിരുന്നുവെങ്കിൽ അവസാനത്തെ സംസ്കാരം ബാബിലോണിയൻ ആയിരുന്നു. ഇതിനിടയിൽ അക്കാഡിയൻ, അസീറിയൻ തുടങ്ങി മറ്റു ചില സംസ്കാരങ്ങളും അവിടെ ഉടലെടുത്തിരുന്നു. ഈ സംസ്കാരത്തിലുള്ളവരെല്ലാം മാറി മാറി ആരാധിച്ചിരുന്ന ദൈവങ്ങളായിരുന്നു അനുനാഗികൾ എന്ന് നമുക്ക് പറയാം. ഇവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് കൃത്യമായി ഇതുവരെ ആർക്കും പറയുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ഗവേഷകരുടെയും നിഗമനപ്രകാരം 7 ശക്തരായ ദൈവങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഇവരാണ് നമ്മൾ ഇപ്പോൾ പറയുന്നതും ഇനിയുള്ള എപ്പിസോഡുകളിൽ ഉടനീളം പറയാൻ പോകുന്നതുമായ കഥാനായകന്മാർ, അനുനാഗികൾ. ഇവർ മറ്റേതോ ഗ്രഹത്തിൽ നിന്നും വന്ന് ഭൂമിയിൽ ഭരണം നടത്തിയതായിട്ടാണ് ഇവരുടെ പുരാണങ്ങൾ പറയുന്നത്. അവരുടെ പേരുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ആൻ, എൻഗി, എൻറിൽ, നന്ന, ഉട്രു, ഇനാന, ഇൻസ.
ഇവരെ പാതാളലോകത്തിലെ അധികാരികളായിട്ടാണ് കരുതപ്പെടുന്നത്. അവരെ പിന്നെ പാതാളത്തിൽ സിംഹാസനത്തിലിരിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുള്ളത് 1970കളിൽ സക്കറിയ സിട്രിജിൻ എന്ന് പേരുള്ള ഒരു ഗവേഷകൻ ദ 12th പ്ലാനറ്റ് എന്ന് പേരുള്ള ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് അനുനാഗികൾ എന്തിനാണ്, എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നെത്തിയത് എന്ന് പറയുന്നത്. 5 ലക്ഷം വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ഭൂമിയുടെ അടുത്ത് വരുന്ന നിബ്രു എന്ന ഗ്രഹത്തിൽ നിന്നാണ് അവർ ആദ്യമായി ഇവിടെ വന്നത് എന്ന് പറയുന്നു. ധാരാളം ലോഹധാതുക്കൾ നിറഞ്ഞ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും ലോഹങ്ങൾ കൊണ്ടുപോവാനാണ് അവർ വന്നത്. പ്രധാനമായും സ്വർണം ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അവർ വന്ന കാലത്ത് ഭൂമിയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് മനുഷ്യന്റെ മുൻഗാമിയായിരുന്ന ഹോമോ ഇറക്ടസ് എന്ന ഒരിനം ജീവികളായിരുന്നു. അവരുടെ DNA-യിൽ വ്യതിയാനം വരുത്തി, അതായത് കൃത്രിമ മ്യൂട്ടേഷൻ നൽകിയാണ് അനുനാഗികൾ തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനായിരുന്നു അവർ മനുഷ്യനെ സൃഷ്ടിച്ചത്? അതെ, അവർ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർണം ഖനനം ചെയ്യേണ്ട ആവശ്യത്തിനു വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവരുടെ കണ്ടുപിടിത്തങ്ങൾക്ക് സ്വർണം അത്യാവശ്യമായിരുന്നു. റേഡിയേഷനെ ചെറുക്കുവാൻ സ്വർണത്തിനുള്ള കഴിവ് അപാരമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശ പേടകങ്ങളിൽ സ്വർണം പൂശുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം. ലോകത്തിൽ ഇന്നുവരെ ഖനനം ചെയ്ത സ്വർണത്തിന്റെ 10% മാത്രമാണ് നിലവിലുള്ളത്. ബാക്കി എവിടെ പോയെന്നത് ഇന്നും ഒരു ദുരൂഹയായി തുടരുന്നു. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ കൊണ്ടുപോയതായിരിക്കുമോ? ഏലിയൻ സൈറ്റിംഗ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളോട് ചേർന്ന് പുരാതന സ്വർണ്ണ ഖനികൾ ഉണ്ടായിരുന്നു എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ അനുനാഗികളുടെ അടിമകളെപ്പോലെ മനുഷ്യൻ ജീവിക്കുവാൻ ആരംഭിച്ചു. തങ്ങളെക്കാൾ രൂപവ്യത്യാസമുള്ള, തങ്ങൾക്ക് കഴിയാത്ത ടെക്നോളജികൾ കൈവശമുള്ള, പറക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന അവരെ ഇവർ ദൈവങ്ങളെപ്പോലെ കണ്ട് ആരാധിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ചില ഏലിയൻസ് മനുഷ്യരുമായി ഇണചേർന്ന് പുതിയ ഒരിനം ഹൈബ്രിഡുകൾ ഉണ്ടാകുവാൻ ആരംഭിച്ചു. അതേ കാലത്തിലാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്ന ലോകം മുഴുവൻ വ്യാപിച്ച ഒരു ജനപ്രളയം ഉണ്ടാകുന്നത്. അതോടുകൂടി അനുനാഗികൾക്ക് ഈ ഭൂമിയിൽ തുടരുവാൻ കഴിയാത്ത സ്ഥിതി സംജാതമായി. അങ്ങനെ അവർ അവരുടെ സ്വന്തം ഗ്രഹമായ നിബ്രുവിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവർ പോയപ്പോൾ മനുഷ്യരുമായി ഇണചേർന്നുണ്ടായ ഹൈബ്രിഡുകളെയും ഇവിടെ ഉപേക്ഷിച്ചാണ് പോയതെന്ന് സക്കറിയ സിട്രിജിൻ പറയുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമായ ദി വാർസ് ഓഫ് ഗോഡ്സ് ആൻഡ് മെൻ എന്ന പുസ്തകത്തിൽ ഏലിയനും മനുഷ്യനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിരുന്നു, അങ്ങനെ അവർ മടങ്ങിപ്പോയെന്നും പറയുന്നു. സക്കറിയ സിട്രിജിന് ശേഷം നിരവധി ആളുകൾ വ്യത്യസ്തമായ തിയറികളുമായി രംഗത്തുവന്നു. പിരമിഡുകളുടെ നിർമ്മാണവും ഏലിയനുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവർ തിയറികൾ നിരത്തി സ്ഥാപിക്കുവാൻ ആരംഭിച്ചു. മായൻ സിവിലൈസേഷൻ അടക്കം നിരവധി ഉദാഹരണങ്ങൾ ഇവർ ഉയർത്തിക്കാട്ടുകയുണ്ടായി. ചിലരുടെ അഭിപ്രായത്തിൽ അനുനാഗികൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. അതായത് ചില മനുഷ്യർ ഏലിയൻ ഹൈബ്രിഡ് ആണെന്ന് ഇവർ പറയുന്നു. ഇത്തരം ഹൈബ്രിഡുകളെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഏലിയൻസ് എന്ന് പറയുന്നു. അവരുടെ മറ്റൊരു പേരാണ് റെപ്റ്റിലിയൻ ഏലിയൻസ്. ഇവരാണ് ഇല്ലുമിനാറ്റികൾ എന്ന് പറയുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതെല്ലാം വളരെ വിശദമായി തന്നെ പറയുന്നതാണ്. ഇല്ലുമിനാറ്റിയുടെ ആരംഭത്തെക്കുറിച്ചുള്ള ഒരൈതിഹ്യത്തിൽ ഒന്ന് തൊട്ടുപോവുക മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. 1849 കാലത്ത് ബ്രിട്ടീഷ് ഗവേഷകനായ ഓസ്റ്റിൻ ഹെൻറി സുമേറിയയിലെ പൗരാണിക നഗരങ്ങളിൽ ഗവേഷണം നടത്തിവരികയായിരുന്നു. ഒരു ദിവസം അയാൾക്ക് ക്യൂണിഫോം പോലെ തോന്നിപ്പിക്കുന്ന ലിപിയിൽ എഴുതിയിട്ടുള്ള ഒരു തങ്കപ്പലക കിട്ടി. അതിൽ എഴുതിയ വാക്കുകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ ഗവേഷകർക്ക് ഏകദേശം 30 വർഷത്തോളം വേണ്ടിവന്നു. ഒടുവിൽ ആ വാക്കുകൾ അവർക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചു. അതിൽ ഇങ്ങനെ ആയിരുന്നു എഴുതിയത്: നിബ്രു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രഹത്തിൽ നിന്നും അനുനാഗികൾ ഭൂമി സന്ദർശിച്ചു. അവരാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അനുനാഗികളാണത്ര സുമേറിയന്മാർക്ക് ടെക്നോളജി പകർന്നു നൽകിയത്. മുൻപേ തന്നെ പറഞ്ഞല്ലോ, പുരാതന സംസ്കാരങ്ങളും രേഖകളും നമ്മൾ പരിശോധനക്ക് വിധേയമാക്കുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്നാം പാർട്ട് നമ്മൾ നിർത്തുകയാണ്. ഇനി വരുന്ന പാർട്ടുകളിൽ ഏലിയൻസിനെ കുറിച്ചുള്ള കൂടുതൽ ആകാംക്ഷ നിറഞ്ഞതും വളരെയധികം രസകരവുമായ വിഷയങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടിനായി കാത്തിരിക്കുക.